അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ വിപ്ലവം നയിച്ച യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുവിന്റെ കണ്ണാടി പ്രതിഷ്ഠയ്ക്ക് 100 വയസ്സ്. 1927 ജൂൺ 14 പുലർച്ചെയായിരുന്നു ആ ചരിത്ര മുഹൂർത്തം. വിഗ്രഹങ്ങൾക്ക് പകരം എറണാകുളത്ത് നിന്നെത്തിച്ച ആ കണ്ണാടിയുടെ പിൻഭാഗരസം ചുരണ്ടിമാറ്റി ഓം ശാന്തി എന്നെഴുതിയാണ് ഗുരു ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. കണ്ണാടിക്ക് മുന്നിലായി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന സന്ദേശവും അദ്ദേഹം ആലേഖനം ചെയ്തു. ഈ മഹാസന്ദേശത്തിന്റെ 100ാം വാർഷികമാണ് നാടിപ്പോൾ ആഘോഷമാക്കുന്നത്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണം കേരള സർക്കാർ 1 കോടി രൂപ ചെലവിൽ ക്ഷേത്ര പരിസരത്തൊരുക്കുന്ന ശ്രീനാരായണ ഗുരു മ്യൂസിയമാണ്. ഗുരുവിന്റെയും മറ്റ് നവോത്ഥാന നായകന്മാരുടെയും ചിത്രങ്ങൾ, ഗുരുവിന്റെ തിരുശേഷിപ്പുകൾ, മെഴുകുപ്രതിമകൾ എന്നിവ ഈ മ്യൂസിയത്തിൽ സ്ഥാപിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ പങ്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി VV ശാന്തകുമാർ KMCN ന്യൂസിനോട് പറഞ്ഞു. പ്രതിഷ്ഠയുടെ 100ാമത് വാർഷികമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ പൊതുയോഗം കൂടുകയും അതിനനുസരിച്ച് തന്നെ ശിവഗിരി മഠത്തിൻ്റെ ഒരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട്. അതായത് ഉദ്ഘാടനം നടത്തുന്നത് അതിൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അതുപോലുള്ള രാഷ്ട്രപതിയോ ആരെങ്കിലും ആയിരിക്കണം. അത് നല്ല രീതിയിൽ, അതായത് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന അമ്പലങ്ങളിൽ എല്ലായിടത്തു നിന്നും ഓരോരുത്തരെങ്കിലും ആ കമ്മിറ്റിയിലുണ്ടാകണം. ഇപ്പോൾ ഉദാഹരണത്തിന് മുരിക്കുമ്പുഴ ക്ഷേത്രം അടക്കം, അതായത് അരുവിപ്പുറം മുതൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം വരെയുള്ള ആ ക്ഷേത്രങ്ങളിലെ ഭരണസാരഥ്യം വഹിക്കുന്നവരെല്ലാവരും ഇതിൻ്റെ കമ്മിറ്റിയിലുണ്ടാകണം എന്നാണ് ശിവഗിരി മഠം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് തന്നെ ശിവഗിരി മഠം തന്നെയാണ് കേന്ദ്രത്തിൽ നിന്ന് മന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ രാഷ്ട്രപതിയായിരിക്കും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത്. മനുഷ്യന്റെ മതം മനുഷ്യത്വമാണെന്ന ഗുരുസന്ദേശം പുതുതലമുറയിലേക്ക് എത്തിക്കാൻ ഈ ശതാബ്ദി ആഘോഷങ്ങൾ വഴിയൊരുക്കും.